എപിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റിയൽമി 11 Pro Plus 5G, റിയൽമി 12 Pro Plus 5G ഇത് തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനെ ഉള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റിയൽമി 11 Pro Plus 5G, റിയൽമി 12 Pro Plus 5G ഇത് രണ്ടിൻ്റെയും 12GB പ്ലസ് 12GB ഡൈനാമിക് റാമോട് കൂടിയ മൊബൈലുകളുടെ ചേഞ്ചസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 256GB റോമോട് കൂടിയ മൊബൈലുകളാണിത്. രണ്ടിൻ്റെയും തുടക്കം നമുക്ക് ക്യാമറയിൽ തന്നെ നോക്കാം. നമ്മുടെ 11 Proയിൽ 200 മെഗാപിക്സൽ OIS Pro ലൈറ്റ് ക്യാമറയാണെങ്കിൽ 12 Proയിൽ 64 മെഗാപിക്സൽ പെരിസ്കോപ്പ് പോർട്രേറ്റ് ക്യാമറയാണ്. 200 മെഗാപിക്സൽ ക്യാമറയുള്ള 11 Pro Plus 5Gയിൽ 1 മുതൽ 4 വരെയുള്ള ലോസ്ലെസ് സൂം ടെക്നോളജിയും ഓട്ടോ സൂം ടെക്നോളജിയും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സൂം ചെയ്ത ഷോട്ടുകൾ നമുക്ക് എളുപ്പത്തിലും പരമാവധി വ്യക്തതയിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി 64 മെഗാപിക്സൽ പെരിസ്കോപ്പ് പോർട്രേറ്റ് ക്യാമറയുള്ള 12 Pro Plus 5Gയുടെ നിലവാരം നോക്കിയാൽ 3 വരെ ഒപ്റ്റിക്കൽ സൂമും 6 വരെ സെൻസർ സൂമും ഇതിലുണ്ട്. ശബ്ദ നിയന്ത്രണം മാതിരിയുള്ള ചില കാര്യങ്ങൾ DSLR ഗുണമേന്മയുള്ള ബൊക്കെ പോർട്രേറ്റുകൾ ഉള്ളതിനാൽ സാധിക്കുന്നതായിരിക്കും. ഇനി ഇത് രണ്ടിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ രണ്ടും ഒറ്റ നോട്ടത്തിൽ ഒരേപോലെ ഇരിക്കുമെങ്കിലും രണ്ടും വ്യത്യസ്തമായ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. 11 Pro Plusൽ പ്രീമിയം വേഗൻ ലെതർ ഡിസൈൻ ആണെങ്കിൽ 12 Pro Plusൽ ലക്ഷറി വാച്ച് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടിലും 120 Hz കർവ്ഡ് വിഷൻ ഡിസ്പ്ലേ ആണ്. ഇനി രണ്ടിലെയും പവർഫുൾ പെർഫോമൻസിന് വേണ്ടി ഏത് ചിപ്സെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. 11 Pro Plus 5G ഡയമൻസിറ്റി 7050 5G ചിപ്സെറ്റും അതുപോലെ തന്നെ 6nm ടെക്നോളജി പ്രോസസ്സുമാണുള്ളത്. അതേസമയം 12 Pro Plus 5Gയിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 2 5G ചിപ്സെറ്റ് ആണ് ഇതിലുള്ളത്. നമുക്കിതിൽ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ 4nm പ്രോസസ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രോസസ്സ് 4nm ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് പവർഫുൾ പെർഫോമൻസ് ആയിരിക്കും. ഇതിന്റെ ലാഗ് ഒന്നും ഇല്ലാതെ തന്നെ ഗെയിമിനെല്ലാം ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ചിപ്സെറ്റ് ആണിത്. ഇതുകൊണ്ടൊക്കെ തന്നെ വില വ്യത്യാസം നോക്കുകയാണെങ്കിൽ രണ്ടിന്റെയും വില വ്യത്യാസത്തിൽ 4000 രൂപയുടെ വ്യത്യാസമാണുള്ളത്. ഇനി രണ്ടിന്റെയും ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിന്റെയും 5000 mAh ബാറ്ററി തന്നെയാണ്. 12 Pro Plusൽ ഗെയിം എല്ലാം കളിക്കുമ്പോൾ അത് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി 3D വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. രണ്ടിന്റെയും പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. രണ്ടിന്റെയും സെൽഫി ക്യാമറ അതായത് ഫ്രണ്ട് ക്യാമറ 32 മെഗാപിക്സൽ ക്യാമറയാണ്. മൊത്തത്തിൽ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിലുമുള്ള ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ചിലതിലൊക്കെ ചേഞ്ചസ് ഉണ്ട്, ചിലതിലൊക്കെ സെയിം തന്നെയാണ്. മൊബൈൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. രണ്ടും തമ്മിലുള്ള ചേഞ്ചസ് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിട. നന്ദി, നമസ്കാരം.